ഹായ് ഹലോ നമസ്കാരം, ഷാനുവാണ്. ആദ്യമായിട്ട് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയ കുവൈറ്റിലെ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഒരു ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. കാര്യം ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. പ്രതീക്ഷകളോടെ കടൽ കടന്ന ഒരുപാട് ആൾക്കാർ, പ്രതീക്ഷയുടെ നാട്ടിൽ കാത്തിരുന്ന ഒരുപാട് ആൾക്കാർ, എല്ലാവർക്കും നിരാശ മാത്രമായി, ദുഃഖങ്ങൾ മാത്രമായി അവർ തിരിച്ചെത്തി. ഓരോ പ്രവാസി തിരിച്ചെത്തുമ്പോഴും നമ്മൾ പെട്ടി പൊട്ടിക്കുക എന്നൊരു കർമ്മമുണ്ട്. പക്ഷെ തിരിച്ചു വരുന്നത് ഒരു പെട്ടിയിലാകരുത് എന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഉള്ളത്. പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാല്, കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തില് നമ്മളിൽ നിന്നും ഒരുപാട് സഹോദരങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ അതിൽ പോലും ഈ രാഷ്ട്രീയം കലർത്തിയിട്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ച കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു വിഷയമാണ്. ഇന്നലെ വരെ BJPക്കെതിരെ പറഞ്ഞത് കൊണ്ട് ഞാൻ സുഡാപ്പിയായിരുന്നു. ഇന്നൊരു പക്ഷെ ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇടതുപക്ഷത്തിനെതിരെ ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ നാളെ വീണ്ടും സുഡാപ്പിയും അതുപോലെ തന്നെ സംഘിയും ഒക്കെ ആയേക്കാം. എന്നാലും സാരമില്ല, എന്റെ അഭിപ്രായങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അതിനിപ്പോ നമ്മളിനി സുഡാപ്പി കുത്തിയാലും കൊങ്ങിയാക്കിയാലും കമ്മിയാക്കിയാലും യാതൊരു കുഴപ്പമില്ല. ഈ ഒരു വിഷയത്തില് കുവൈറ്റിലെ ആ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് അവിടുന്ന് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കേന്ദ്ര സർക്കാർ കാണിച്ച ആ ഒരു കാര്യത്തെ നമ്മൾ വളരെ അധികം കയ്യൊടിയോടുകൂടി അതുപോലെ തന്നെ ആദരവോടുകൂടി നോക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇതില് വീണ ജോർജിനെ നമ്മുടെ കുവൈറ്റിലേക്ക് കൊണ്ടുപോയില്ല, അതിന് ക്ലിയറൻസ്, കേന്ദ്ര ഗവൺമെന്റ് ക്ലിയറൻസ് കൊടുത്തില്ല എന്നുള്ളൊരു പരാതി നമ്മളെല്ലാവരും കണ്ടിരുന്നു. വാർത്ത നിങ്ങളും കണ്ടതാണ്. അഡ്മിഷൻ ഡയറക്ടർ ശ്രീ ജീവൻ ബാബു IAS ഞങ്ങളെ രണ്ടുപേരെയുമാണ് സർക്കാർ ഔദ്യോഗികമായി അയക്കുന്നതിന് തീരുമാനിച്ചത്. സർക്കാരിൻ്റെ പ്രതിനിധിയായി എന്നെ അയക്കുന്നു എന്നുള്ള സർക്കാർ ഉത്തരവിറക്കി കേന്ദ്ര സർക്കാരിനോട് ഇത് സംബന്ധിച്ചിട്ടുള്ള അനുമതി തേടി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആ യാത്രാനുമതി കേന്ദ്രം നൽകിയില്ല. പൊളിറ്റിക്കൽ ക്ലിയറൻസ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചീഫ് സെക്രട്ടറി തലത്തിൽ തന്നെ അതുപോലെ ഡൽഹി റെസിഡന്റ് കമ്മീഷണറും ഇതുമായി ബന്ധപ്പെട്ട പേപ്പറുകളെല്ലാം ഓരോ ടേബിളിൽ നിന്നും മൂവ് ചെയ്യിപ്പിച്ച് അവസാനം ഫൈനൽ ഡിസിഷൻ എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ അത് നൽകപ്പെടാത്ത സാഹചര്യമാണ് ഉള്ളത്. അവസാന നിമിഷം വരെ ആ അനുമതിക്ക് വേണ്ടി കാത്തു. അപ്പോൾ ഇവിടേക്കുള്ള യാത്രയിലും ഇത് അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ഡൽഹിയിലേക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. റെസിഡന്റ് കമ്മീഷണർ മന്ത്രാലയവുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ചീഫ് സെക്രട്ടറി കേന്ദ്രവുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം എങ്കിലും നമുക്ക് ആ അനുമതി ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചത്. ഇവിടെ പറഞ്ഞതുപോലെ കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ ഏറ്റവും അധികം മരണപ്പെട്ടത് നമ്മുടെ ആളുകളാണ്, മലയാളികളാണ്. ഇത്രത്തോളം വലിയൊരു വിഷയം നടക്കുമ്പോൾ, ഇത്രത്തോളം എന്താ പറയാ, ജനങ്ങളൊക്കെ ഞെട്ടിത്തെറിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു വിഷയം ഉണ്ടായപ്പോഴേ കണ്ണടച്ചിരിക്കാതെ അതിൽ എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ നോക്കി ചെയ്യാൻ കേന്ദ്ര സഹമന്ത്രി അവിടെ എത്തിയെന്നുള്ളത് നമ്മൾക്ക് ഒരു ആശ്വാസമാണ്. പലപ്പോഴും ഇതുപോലുള്ള വിഷയങ്ങളിൽ ആരും തിരിഞ്ഞു നോക്കാറില്ല. പക്ഷേ സുഷമ സ്വരാജ് ഉണ്ടായിരുന്ന സമയത്ത് അവര് ഈ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞ പ്രവാസികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അതിൽ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുണ്ടായതിനേക്കാൾ ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുള്ളത് ആ BJP മന്ത്രിയായിരുന്ന സുഷമ സ്വരാജ് ഉണ്ടായിരുന്നപ്പോഴാണ്. കേന്ദ്ര ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനങ്ങളും കാര്യങ്ങളും വളരെ പ്രശംസനീയമായ കാര്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഒട്ടും താമസിപ്പിക്കാതെ എല്ലാ നടപടിക്രമങ്ങളും വളരെ വേഗത്തിൽ തന്നെ ചെയ്യിപ്പിച്ചിട്ട് ബോഡികൾ നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സന്ദർഭം ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാ നടപടിക്രമങ്ങളും അവസാനിച്ച ഘട്ടത്തില് നമ്മളുടെ വീണ ജോർജ് അവിടെ എത്തിയിട്ട് അതിന് എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു മരണം രാഷ്ട്രീയ മുതലെടുപ്പാക്കാനുള്ള ശ്രമത്തിലാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത്, പ്രവാസി എന്ന രീതിയിൽ ഞങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ സുരക്ഷിതത്വവും ഞങ്ങളുടെ ഗവൺമെന്റ് എന്ന് പറയാൻ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റാണ്. അതുകൊണ്ട് അത് ഇന്ത്യ ഗവൺമെന്റിന് മുന്നിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ ആവശ്യം വരുന്നില്ല.
കാരണം നമ്മൾക്കറിയാം ഇവിടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരിക്കലും സംസ്ഥാന ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ കഴിയുന്നത് കൂടുതലും കേന്ദ്ര ഗവൺമെന്റുകൾക്കാണ്. പക്ഷെ അവര് പലപ്പോഴും നമ്മളിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്ന സമീപനം ഉണ്ടാകുമ്പോഴാണ് സംസ്ഥാന ഗവൺമെന്റിനോട് പറഞ്ഞ് പ്രഷർ ചെലുത്തേണ്ട കാര്യം ഉണ്ടാകുന്നത്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു കാര്യം ചോദിച്ചു. അതായത് മലയാളി എന്നുള്ള രീതിയിൽ, മലയാളികൾ ഒരുപാട് മരണപ്പെട്ട രീതിയിൽ നമ്മളുടെ മന്ത്രിക്ക് എന്തുകൊണ്ടാണ് അവിടെ പോകാൻ കഴിയാഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് അതിന് അവസരം കൊടുക്കാഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ മറുപടി വളരെ കറക്റ്റ് ആണ്. ഈ സമയത്ത് അങ്ങനെയുള്ള വിവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. നിങ്ങളിതിൽ രാഷ്ട്രീയം കാണരുത്. ഓരോ പോസ്റ്റിനും ഓരോ ഡെസിഗ്നേഷനാണ്, അവർക്ക് ഓരോ ചുമതലകളുണ്ട്. അത് കൃത്യമായി രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ അനേകം ആ വിഷയങ്ങളിലൊക്കെ സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ പലപ്പോഴും മുറവിളി കൂട്ടുന്ന കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ കൃത്യമായ സമയബന്ധിതമായ ഒരു നടപടി സ്വീകരിക്കലിനെയാണ് ഞാൻ ആദരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയും അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇവിടെ MOS അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അല്ല എന്ന് പറയാൻ എനിക്ക് അവകാശം. ആവശ്യം അവരുടേതാണെങ്കിൽ അവർക്ക് അങ്ങനെ വിചാരിക്കും. പക്ഷേ രാജ്യത്തിൻ്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളവർ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും വീഴ്ച വന്നെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യും. മലയാളിയല്ലല്ലോ, അവരെല്ലാം ഭാരതീയരാണ്, ഭാരതത്തിൻ്റെ മക്കളാണ്. ഒരു രാജ്യം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ പാസ്പോർട്ടിലാണ് പോകുന്നത്. ഭാരതമാണ് പിന്നെ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ജീവനത്തിനും ഉത്തരവാദി. ഭാരതം അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതെ, പ്രവാസത്തിലെത്തിക്കഴിഞ്ഞാലേ പിന്നെ കേരള, തമിഴ്നാട് എന്നൊന്നുമില്ല. നമ്മൾക്കറിയാം സൗദിയിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യക്കാരെ പൊതുവെ വിളിക്കുന്ന ഹിന്ദി എന്നാണ്, ഇന്ത്യക്കാരൻ എന്നാണ് വിളിക്കുന്നത്. അതിന് കേരള അല്ലെങ്കിൽ പിന്നെ എടുത്തു ചോദിക്കും ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കേരളയാണോ തമിഴ്നാടാണോ എന്നൊക്കെ പറയേണ്ട ഒരു ആവശ്യകത ഉണ്ടാകുക. പക്ഷെ നമ്മളെപ്പോഴും ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ഓക്കെ, നമ്മൾക്ക് ഉള്ളിൽ നിന്നൊരു സന്തോഷമാണ്, ഇന്ത്യനാണ് നമ്മൾ. അതേ, പാസ്പോർട്ട് നമ്മൾ ഇന്ത്യയിലാണ് ഉപയോഗിക്കുന്നത്, കേരളത്തിന്റെ അല്ലല്ലോ. അപ്പോൾ ഈ ഒരു വിഷയത്തില് അമിതമായിട്ടുള്ള ചർച്ചകൾക്കും അല്ലെങ്കിൽ എന്താ പറയാ വീണ ജോർജിനെ കടത്തി വിട്ടില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾക്കൊന്നും പ്രസക്തി ഉണ്ടാകും തോന്നുന്നില്ല. കാര്യം സംഭവം നടന്നു, നിമിഷങ്ങൾ കൊണ്ട് തന്നെ തുടർ നടപടികൾ ഉണ്ടാകുന്നു, ആളുകള് കുവൈറ്റിലെത്തുന്നു, അതുപോലെ തന്നെ ബോഡി വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് 100% ശരിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിലൊന്നും നമ്മൾക്ക് മോശം പറയാനുമില്ല. അപ്പൊ അതിന് തുടർന്ന് പിന്നുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ മരണപ്പെട്ട ആൾക്കാർക്ക് വീടുകളിലേക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സംസ്ഥാന സർക്കാരുകൾ കഴിഞ്ഞാല് അതെന്തായാലും ചെയ്തു കൊടുക്കുക. അതിനെയൊക്കെയാണ് നമ്മൾക്ക് പിന്നൊരു സഹായം എന്ന് പറഞ്ഞ രീതിയിൽ ആവശ്യം വരുന്നത്. അപ്പൊ എപ്പോഴും സുരേഷ് ഗോപി മുന്നിൽ നിൽക്കുന്നുണ്ട്. തൃശ്ശൂര് മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് വീട് വെച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, സുരേഷ് ഗോപിയെ കളിയാക്കി പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ എന്താ പറയാ മോശമായ പ്രവൃത്തികളെ മോശമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം നല്ലത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ലത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. നമ്മൾക്കറിയാം ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകുമ്പോൾ ആ മൃതദേഹങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു സൗകര്യം ഏർപ്പാടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൃതദേഹങ്ങളൊക്കെ നാട്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രവാസി എന്നുള്ള രീതിയിൽ എന്റെ റിക്വസ്റ്റ് ആണ് കേട്ടോ, നമ്മള് ഒരു ആശ്രയമില്ലാതാണ് ഇവിടെ നിൽക്കാറുള്ളത് പലപ്പോഴും പല കാര്യങ്ങൾക്കും. ഇവിടുത്തെ നിയമങ്ങൾ വളരെ കർശനമായ നിയമങ്ങളാണ്. അപ്പൊ എന്തെങ്കിലും ചെറിയ കേസുകൾക്ക് പോലും അകപ്പെട്ടാലും നമ്മൾ ഇറങ്ങി വരാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ മൃതദേഹങ്ങൾ, ഇവിടെ മരണപ്പെട്ടു പോകുന്ന പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവർക്ക് ഒരു നോക്കി കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് തിരിച്ചയക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ ഒരു സംഭവത്തില് തീർച്ചയായിട്ടും ഒരു നീക്കുപോക്ക് ഉണ്ടാകണം. അതായത് ഇപ്പോഴും പലപ്പോഴും പല വിമാന സർവീസുകളും ചെയ്യുന്നത് അതിനെ ബോഡി വെയിറ്റ് തൂക്കിയിട്ടാണ് നാട്ടിലേക്ക് കയറ്റിവിടുന്നത്. അത് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയൊക്കെ ഉപകാരമുള്ള പ്രവാസികളുടെ പൈസ നമ്മുടെ നാട്ടിൽ വരുന്നതിന്റെ ഒരു നന്ദിക്കെങ്കിലും അവരുടെ മൃതദേഹങ്ങൾ സൗജന്യമായി നാട്ടിലെത്തിക്കാനുള്ള സജ്ജീകരണം ചെയ്യണം. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ബോഡിക്ക് തൂക്കമിട്ട് ബോഡി തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു രീതി മാറ്റിയിട്ട് ഒരു ടിക്കറ്റ് എന്നാലും സാരമില്ല, പ്രവാസികളല്ലേ, അവർ സഹിക്കും. അപ്പൊ കഴിവിന്റെ പരമാവധി അതിന് ഫ്രീ ആക്കി കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഈ തൂക്കി കൊണ്ടുവരുന്ന പരിപാടി നിർത്തിയിട്ട് ഒരു ടിക്കറ്റ് എന്നുള്ള രീതിയിലേക്ക് അതൊരു കൊണ്ടുവന്നാൽ ഒരു മാനസിക പരിഗണന അതിനകത്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ
ആ മൃതദേഹത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു ആദരവ് കൂടിയാവും. തീർച്ചയായിട്ടും ഈ ഒരു വിഷയം കൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിലെത്തട്ടെ, അവരെതിനും ഒരു ഉചിതമായ നടപടി എടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. അതുവരേക്കും ഗുഡ് ബൈ.